ட்ரிவாண்ட்ரத்தில் ஜாஸ் ஆலுகாஸ் ஓப்பனிங்க்கு வந்த நடிகை ஐஸ்வர்யா லட்சுமி ரொம்பவே கவர்ச்சியான உடையை ரசிகர்களை ஆச்சரியப்படுத்தான்னு சொல்லணும். அதே நேரம் ரசிகர்கள்ட்ட போட்டோ எடுக்கும்போது அந்த கவர்ச்சியை மறைக்கவே ரொம்ப கஷ்டப்பட்டார். இதுக்கு எதுக்குங்க அப்படி ட்ரெஸ் போட்டு வரணும்னு சொல்லிட்டு ரசிகர்கள் கேள்வி எழுப்பிட்டு வராங்க. ഈ ഐശ്വര്യ ലക്ഷ്മി ട്രിവാൻഡ്രത്ത് ജോസ് ആലുക്കാസ് ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വന്നു. ഇവിടെ ഇത്രയും തുറന്ന് കാണിച്ചുകൊണ്ടുള്ളതാണ്, ശരീരം കാണിച്ചുകൊണ്ടുള്ള വേഷമാണ് ഇട്ടിരുന്നത്. കൂടെ കൂടെ ഇങ്ങനെ വീഡിയോ ക്യാമറമാരിങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നുണ്ട്. അത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് പൊത്തിപ്പിടിക്കണത്? അപ്പോഴും നമുക്ക് ആ വന്നിറങ്ങണ രംഗം ഒന്ന് കാണാം. കാറിൽ നിന്ന് ഇറങ്ങി ഹായ് എന്നൊക്കെ പറഞ്ഞ് വന്നു. പക്ഷേ ഇവിടുത്തെ ഓട്ട തുറന്ന് കിടപ്പുണ്ട്. അതിന് കാണിക്കാനാണ് അതേ ഇനി കാറിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് കുരുങ്ങി അവിടെ അങ്ങ് കീറിപ്പോയതാണെന്നറിയാൻ വയ്യ. നല്ലതുപോലെ ഓട്ടയായിട്ട് കിടപ്പുണ്ട്. ഇനി അറിഞ്ഞില്ലേ എന്തോ അതറിയാൻ വയ്യ. ഇനി അറിയാതെ സംഭവിച്ചു പോയതാണോ എന്തോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി മറയ്ക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ മറയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാണാം. സുരക്ഷയായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചേട്ടനൊക്കെ വരുന്നുണ്ട്. മികവോടെ നിർമ്മിച്ചു, അഭിമാനത്തോടെ അവതരിപ്പിച്ചു. പ്രസന്റഡ് വിത്ത് പ്രൈഡ് ആൻഡ് പെർഫെക്റ്റ് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്. നമ്മുടെ സ്വന്തം ജോസ് ആലുക്കാസ് അവതരിപ്പിക്കുന്ന സിഗ്നേച്ചർ ജ്വല്ലറി ഷോയിലേക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് ഒരു സാധാരണ എക്സിബിഷൻ അല്ല. ദിസ് ഇസ് എൻ എക്സ്ക്ലൂസീവ് എക്സിബിഷൻ ആൻഡ് സെയിൽ ഓഫ് വേൾഡ് ക്ലാസ് ഡയമണ്ട്സ്. പ്രകാശം എന്നും പുതുമയുടെ പ്രതീകമാണ്, ഒരു തുടക്കത്തിന്റെ അടയാളം. ഇപ്പോൾ ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി ലൈറ്റിംഗ് ഓഫ് ദ ലാമ്പ് ചടങ്ങ് നിർവഹിക്കാൻ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ പോൾ ജി ആലുക്കാസ്, പ്രിയപ്പെട്ട അതിഥി മിസ് ഐശ്വര്യ ലക്ഷ്മി മാമിനെയും വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. എല്ലാവരുടെയും മുന്നിലേക്ക് അതിന്റെ തിളക്കത്തോടെയും ഭംഗിയോടെയും തുറന്നു കാട്ടാൻ തിളക്കത്തോടെയും ഭംഗിയോടെയും തുറന്നു കാട്ടിയാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. നിങ്ങൾ പറയാതെ തന്നെ നമുക്ക് മനസ്സിലായി, തിളക്കത്തോടെയും ഭംഗിയോടെയൊക്കെ തുറന്നു കാട്ടിയാണ് നിൽക്കുന്നത്. തുറന്നു കാട്ടി തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അതിന് പ്രത്യേകം പറഞ്ഞും തരണ്ട, അവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി. മൂടിയെടുത്തു. ഇതുപോലെയുള്ള സാധനത്തിനെയൊക്കെ വിളിച്ച് ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് ഒരു വല്ലാത്ത കഷ്ടമാണ്. ആ ജ്വല്ലറിക്ക് തന്നെ നാണക്കേടായിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ തുറന്നു കാട്ടി കൊണ്ടുവരുന്നത്. ഇവരെയൊക്കെ മനസ്സിൽ ധാരണ ഈ തുറന്നു കാട്ടുമ്പോൾ മാത്രമേ ഇവർക്ക് മുകളിലോട്ട് എത്താൻ പറ്റൂ, 10 പേരറിയൂ എന്നൊക്കെയാണ് ഇവരെ ധാരണ. ഈ ഐശ്വര്യ ലക്ഷ്മി പിന്നെ മുമ്പും ഇതുപോലെയൊക്കെ തന്നെയാണ്, ഇതുപോലെയൊക്കെ ഉദ്ഘാടനത്തിനും അതിനും പോയിട്ടുണ്ട്. കുറേ നാൾ ശ്രദ്ധിക്കും, അന്ന് അവിടെ തുറന്നു കാട്ടി വെളിയിൽ കാണിച്ചു വന്ന അവരല്ലേ എന്നുള്ളത് ചിലപ്പം ഓരോരുത്തരുടെ മനസ്സിൽ കത്തുമായിരിക്കും. അങ്ങനെ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിലോ അങ്ങനെ ഈ സിനിമയിൽ അവസരമൊക്കെ കിട്ടിക്കാണൂല. അതുകൊണ്ടാണല്ലോ പുള്ളിക്കാരി ഇപ്പം വീണ്ടും അടുത്ത ഇതിൽ ഓട്ടയായിട്ട് വന്നിരിക്കണത്. അപ്പം ഇനിയിപ്പം കുറച്ച് ചിലപ്പോൾ സിനിമയിലൊക്കെ അവസരം കിട്ടിയെന്നിരിക്കും. ഡ്രസ്സ് ധരിക്കുമ്പോൾ മിക്ക ഉള്ളവരിലും കാണുന്നതാണ്, ഒന്നുകിൽ കൈ മൊത്ത ശരീരം മൊത്തവും ബാക്ക് വശമൊക്കെ ഒരുവിധമൊക്കെ മറയ്ക്കും, കൈ വരെ നല്ലതുപോലെ മറച്ചെന്നിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയാൻ വയ്യ, ഈ ശരീരത്തിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വെളിയിൽ കാണിക്കുന്നുണ്ട്. ഒരുപാട് പേര് തന്നെ അവർക്ക് അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ അവർ വെളിയിൽ കാണിച്ച് ജനങ്ങളിലേക്ക് അങ്ങ് എത്തിക്കുകയാണ് ചെയ്യണം. എന്നിട്ട് അവർക്ക് സിനിമയിലൊക്കെ അവസരം കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കും ഇങ്ങനെ കാണിക്കണത്.
അപ്പോൾ നമുക്ക് നിലവിളക്ക് കത്തിക്കണമെന്ന് കാണാം. എന്ത് പറ്റി? സംഭവം തിരി കൊളുത്തുന്നെങ്കിലും ബാക്കിയുള്ളവരെ കണ്ണൊക്കെ വേറെയാണ്. ഇവർ ഫേമസ് ആവാൻ വേണ്ടി പല കോലങ്ങളും കാണിക്കും. ജനങ്ങൾ അറിയപ്പെടാൻ വേണ്ടി എങ്ങും ആവാതെ കിടക്കുന്ന എത്രയോ നടിമാരുണ്ട്. ആരും അറിയപ്പെടാതെ കിടക്കുന്ന എത്രയോ നടിമാരുണ്ട്. അവരൊക്കെ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവർ വസ്ത്രധാരണത്തിലൂടെ ആയിരുന്നാലും കയറും. നമ്മൾ ഹണി റോസൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഹണി റോസൊക്കെ എന്തൊരിത്, ഹണി റോസൊക്കെ ഇത്രയും കഷ്ടമാണെന്ന് തോന്നില്ല. അതുപോലെ അന്നാരാജൻ എന്നും പറഞ്ഞും കൊണ്ട് ഒരു നടിയ എന്തോ എനിക്കറിയില്ല, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നിട്ട് ഒരുങ്ങി സെറ്റ് സാരിയൊക്കെ ഉടുത്ത് മീഡിയയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിന്നുകൊണ്ട് പൊങ്കാല ഇടുന്നുണ്ട്. അത് കഴുത്തൊക്കെ അങ്ങോട്ട് വെട്ടി ഇറക്കി ഇങ്ങനെയുള്ളവർ മീഡിയയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്ന് നിന്നത്. അത് ഒരുങ്ങി ബ്ലൗസിൻ്റെ കഴുത്തൊക്കെ അങ്ങോട്ട് വെട്ടി ഇറക്കി കുനിഞ്ഞങ്ങോട്ട് കുറേ നേരം അങ്ങോട്ട് നിന്ന് ആ ബ്ലൗസ് വെട്ടി ഇറക്കി എന്നതാ ഇത്രയും കിടപ്പുണ്ട്. അങ്ങനെ നിന്നും കൊണ്ട് പൊങ്കാല ഇടുന്നവരിതുണ്ടായിരുന്നു അന്നാരാജൻ. അപ്പം അവർ സാധാരണ അല്ലെങ്കിൽ എത്രയോ പേര് നമ്മൾ അനുമോള് അതുപോലെയുള്ള എത്രയോ സീരിയൽ നടിമാർ വന്ന് അവരതിൻ്റെ മര്യാദയ്ക്ക് വന്ന് നിന്നുകൊണ്ട് അവർ പൊങ്കാല ഇട്ടിട്ട് അവർ പോവുകയും ചെയ്തു. ഇത് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി വന്നിട്ട് ഇത് യവന്മാർ ക്യാമറ കൊണ്ട് ചെന്ന് സൂക്ഷ്മം അവർ വെക്കണത് ഇവരെയൊക്കെ ഡ്രസ്സ് എങ്ങനെയാണ് ആ സെൻറ്റർ ഭാഗത്ത് തന്നെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അതുപോലെയാണ് ഐശ്വര്യ ലക്ഷ്മിയപ്പം ചെയ്യുന്നത്. കറക്റ്റ് ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഐശ്വര്യ ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് പൊത്തിപ്പിടിക്കുന്നുണ്ട്. തുണിയില്ലാതെയും തുണി മാറിക്കിടന്നും ഇങ്ങനെ കാണിക്കുമ്പോൾ മാത്രമേ ജനങ്ങളിൽ എത്തുള്ളൂ. അപ്പോഴീ ക്യാമറ അവരെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കും, വീഡിയോ പിടിക്കും. അപ്പോഴേ അത് ജനങ്ങളിലെത്തും. ഇതിൽ ഒരുപാട് കമൻറ്റുകൾ വന്നു. ആ ഒരു വീഡിയോയിൽ തന്നെ ആ ഉദ്ഘാടനത്തിൻ്റെ ഇതിൽ തന്നെ ഒരുപാട് വന്നു. നല്ല വേഷം, ഇങ്ങനെ നടന്നാലേ നമുക്കൊക്കെ കാണാൻ രസമുള്ളൂ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇങ്ങനെ തന്നെ നടക്കണം. ചിലർ പറയുന്നുണ്ട് വൃത്തികെട്ട വേഷം എന്നൊക്കെ പറഞ്ഞ് മോശം കമൻറ്റുകൾ ഒരുപാട് വന്നായിരുന്നു. അതൊന്നും അവർക്ക് അവിടെ ഒരു വിഷയമല്ല. അവർക്ക് എങ്ങനെയെങ്കിലും ആ ഉയരങ്ങളിലെത്തണം എന്നുള്ളൊരു ചിന്തയിൽ മാത്രമാണ് ഇവരൊക്കെ ഇങ്ങനെ അയക്കണം. എന്തിനാണ് സിനിമയിൽ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് പേര് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ ക്യാമറമാന്മാർ ഇങ്ങനെയാണ് പോണത്. ഇങ്ങനെ പോയി സൂക്ഷ്മം ആ നെഞ്ചിൻ്റെ ഭാഗത്ത് തന്നെ അവർ ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ ഐശ്വര്യ ലക്ഷ്മി പൊത്തിപ്പിടിക്കുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മാന്യമായ രീതിക്കുള്ള വേഷം ധരിച്ചുകൊണ്ട് വരണമായിരുന്നു. പിന്നെ ഇങ്ങനെ വന്ന് തുറന്നിട്ട് കാട്ടി വന്നതിന് ശേഷം പിന്നെ എന്തിനാണ് ഇരുന്ന് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോഴെനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ചിരി വന്ന് അതൊന്ന് എൻ്റെ പൊന്നുമക്കളെ കുസുമയ്ക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ. ഒരാളുടെ ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്തരാണ്? ഒരാൾ എന്തരിട്ടുകൊണ്ട് നടക്കണ്, ആ നടക്കണതിൽ അയാള് കംഫർട്ടബിൾ ആണെന്ന് കംഫർട്ടബിൾ ആണ് എന്നുള്ളതല്ലേ അവരുടെ ഫാഷൻ എന്ന് പറയണത്. വിവരമുള്ളവർ പറഞ്ഞത് കേട്ടതാണ് കുസുമേച്ചേട്ടാ. നമ്മളൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ നമുക്കത് സുരക്ഷിതമായിട്ട് തോന്നുകയാണെങ്കിൽ അത് നമ്മുടെ ഫാഷൻ എന്ന് പറയാം. നമ്മളൊരു മേക്കപ്പ് ഇട്ടിട്ട് നമുക്കത് സുരക്ഷിതമായിട്ട് തോന്നുകയാണെങ്കിൽ, നമുക്കതിലൊരു ആത്മവിശ്വാസങ്ങളും മറ്റും തോന്നുന്നുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ഫാഷൻ എന്ന് വിളിക്കാം. തന്നല്ല, കഴിഞ്ഞ ദിവസം ഒരു സിനിമ നടി എന്ന് പറയണത് ഒരു ഉദ്ഘാടനത്തിന് പോയതാണ്. സത്യം, അവള് കുനിഞ്ഞ് നിന്നപ്പോ ആ വേഷത്തിന്റെ ഇത് എന്തോന്നത്. സാധാരണ പാമ്പുകളൊക്കെ മാളത്തിലാണ് ഇരിക്കണം, ചൂട് കൊണ്ട് കയറേയുള്ളൂ ഓട്ടയ്ക്കകത്ത് കയറാൻ. ഒരുത്തന്റെ ജീവിതകാലത്തെ സമ്പാദ്യം എടുത്താണ് ഒരു കടയോ മറ്റോ ഒക്കെ വെക്കണത്. അതിന്റെ ഉദ്ഘാടനത്തിന് അവരെ വിളിക്കണത് 5-6 ആള് കൂടാൻ വേണ്ടി പരസ്യത്തിന് വേണ്ടിയാണ്, അല്ല എവളുമാരുടെ തുറന്നിട്ട് കാണിക്കാൻ വേണ്ടിയല്ല. അപ്പൊ ഈ തുറന്നിട്ട് അതുകൊണ്ടാണല്ലോ അവരങ്ങനെ ഉള്ളവരെ വിളിച്ചത്. അതിന് വേണ്ടിയിട്ടായിരിക്കും. ആ കടയിൽ കൂടുതൽ ജനങ്ങൾ വരാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചിട്ടുള്ളത്. കാണിക്കണതാണ് ഫാഷൻ എന്നാണ് കുസുമേച്ചിക്ക് ഒരു സംശയം. എവളെ വിളിച്ചത് എവള് കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, 5-6 ആളുകൾക്ക് അറിയാം, ആളുകൾ കൂടും, അതിന് വേണ്ടിയല്ലേ. അല്ലാതെ തുണിയില്ലാതെ ചെന്ന് നാട്ടുകാരെ ശരീരം കാണിക്കാൻ വേണ്ടിയാണ് എവളെയൊക്കെ വിളിക്കണത്. അങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കണവളുമാരെ വിളിച്ചാൽ പോരെ. തുണി അഴിച്ച് കാണിച്ച് ആ തുണിയില്ലാത്ത ശരീരം കണ്ട് പരിചയമുള്ള നാട്ടുകാരൊക്കെ ഉള്ള കുറേ എണ്ണങ്ങളും ഉണ്ട് അങ്ങനെ കാട്ടിക്കൂട്ടണത്. അങ്ങനെയുള്ളവരെ വിളിച്ചാൽ പോരെ. അപ്പോൾ അതല്ല. എന്നിട്ട് ഇത് ഞാനും വിചാരിച്ച് രേണുവിനെ വിളിക്കാത്ത എന്തെന്തോ, രേണുവിന് ഈ പരിപാടിയാണല്ല. രേണു ഇത് ഏകദേശമൊക്കെ ഇത് തന്നെയാണ്.
ഇങ്ങനെ തന്നെയാണ് രേണു കാണിച്ചു കൂട്ടുന്നത്. അപ്പം എന്താന്തോ രേണുവിനെ വിളിക്കാത്തത്? സൗന്ദര്യം വെച്ചിട്ടായിരിക്കും. ഇട്ടും കൊണ്ട് പോകണവർക്ക് എന്തെങ്കിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാ? അതില്ല. കുറച്ച് പയലുകൾ ഇവളുടെ കൂടെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇവള് കൈകൊണ്ട് അവിടെ ഇവിടെ പൊത്തണ് പിടിക്കണ് മറയ്ക്കണം. കൈ കൊണ്ട് മറച്ച് നല്ലതുപോലെ പൊത്തി പിടിക്കണം. പിന്നെ എന്തിനാ ഇവള് ഈ വേഷമായിട്ട് വന്നത്? എന്തിനാ മറയ്ക്കണത്? ആള് ആയിരക്കണക്കിന് ആള് കൂടണ ഇടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോണത്, തുറന്നിട്ടുകൊണ്ട് പോണത്. പിന്നെ എന്തിനാ മറയ്ക്കണത്? അല്ലെങ്കിൽ പിന്നെ അതിനുള്ള ആത്മവിശ്വാസം വേണം. കുറേ അവളുമാര് കഷ്ടവും കാണിച്ചുകൊണ്ടുള്ള തുണികൾ ഇട്ടുകൊണ്ട് നടക്കും. ഓരോരുത്തരി എന്തരിടണം എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഓരോ സംസ്കാരം, അവരവരുടെ ഇഷ്ടം. പിന്നെ ചൂട് കൂടുതലുള്ളവർ കൂടുതൽ തുറന്നിട്ടുകൊണ്ടൊക്കെ നടക്കും. പിന്നെ സംസ്കാരത്തെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ടാത്തവർ അതിനെയൊക്കെ ന്യായീകരിക്കും, അങ്ങനെയൊക്കെ നടക്കുകയും ചെയ്യും. എന്തരും ആയി പോട്ടെ. ഈ കക്ഷം കാണിച്ചുള്ളത് ഇടണവളുമാര് അയ്യോ തലമുടി ഒന്ന് കെട്ടണമെങ്കിൽ ഇങ്ങനെ എന്തരനെ ചെയ്യണത്? കൈ രണ്ടും അങ്ങ് പൊക്കണമെന്ന്, കൈയും കാലും ഒക്കെ അങ്ങ് പൊക്കണമെന്ന് അങ്ങനെ കാണിക്കണമെന്നുള്ളവരാണെങ്കിൽ പിന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്നും കാണിച്ചിട്ടൊന്നും ഒരു ബലവും ഇല്ല. നല്ലതുപോലെ അങ്ങ് കാണിക്കണം. രേണു അത് തന്നെ സബ്സ്ക്രിപ്ഷനിൽ വന്നിരുന്നു കൊണ്ട് നല്ലതുപോലെ അങ്ങ് കാണിക്കണം. അല്ലാതെ ഇങ്ങനെയുള്ള കാണിപ്പ് കാണിക്കല്ലേ. എത്തണം. അത് ഇട്ടുകൊണ്ട് നടക്കാനുള്ള ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വലിച്ച് കയറ്റണം എന്തരന്? അപ്പം ഞാൻ പറഞ്ഞു വരണത് പൊന്നു മക്കളെ, ഇപ്പോൾ ഒരിടയ്ക്ക് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് മാത്രം കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കണ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പെണ്ണുങ്ങളുടെ ഇങ്ങനെയൊന്നും ഈ പ്രായത്തിനോടടയ്ക്ക് എൻ്റെ പൊന്നു ഉദ്ഘാടനമൊന്നും പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ ഒരുത്തി എന്നിടന്ന് വേറെ ഉദ്ഘാടനമൊന്നും പറഞ്ഞ് അവിടെ ചെന്നിടന്ന് ആടിയത്. കൂത്താട്ടം മദ്യം അടിച്ചിട്ട് ഇതിനെയൊക്കെയാണ് വിളിച്ചുദ്ഘാടനം ചെയ്യണത്. കുസുമേച്ചി കണ്ടിട്ടില്ലേ ഇതുപോലെ വലിപ്പത്തി വെച്ച് കെട്ടിയതും ഇതുപോലെ വലിയ സാധനങ്ങളൊന്നും നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. ഈ കാണാത്തതല്ല എവളുമാർ ഉദ്ഘാടനത്തിനാണെന്നും പറഞ്ഞ് കുറേ എണ്ണങ്ങളെ കെട്ടി എഴുന്നള്ളിച്ച് നമ്മളെ കാണിച്ച്. അതെല്ലാം കഴിഞ്ഞിപ്പോൾ സിനിമാ നടിമാർ ഇറങ്ങിയിട്ടുണ്ട്. എവളുമാർക്ക് ഇത് തുറന്നിട്ടുണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടാ? അകത്ത് ബ്രേസറുകളും മറ്റും ഇട്ടിട്ടില്ല, ഇടാതെ തുറന്നിട്ടുകൊണ്ട് നടക്കുകയാണ്. പ്രൈസർ വാങ്ങിക്കാനൊന്നും പൈസ ഇല്ലെന്ന്. ഇത് മിക്കവാറും ഓട്ടം അടയ്ക്കാൻ മറന്നുപോയതാണ്. അത് കീറിപ്പോയി. ഇനിയിപ്പോൾ എന്തേലും ചെയ്യാൻ പറ്റും? പണ്ട് പെണ്ണുങ്ങൾ മുലക്കരത്തിന് എതിരായിട്ട് സമരം ചെയ്ത് ചത്തൊടുങ്ങിയ പെണ്ണുങ്ങളുള്ള നാടാണിത്. മേൽമുണ്ടുകൊണ്ട് ഒന്ന് മറയ്ക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാതെ കിടന്ന നാട്ടിൽ ഇപ്പം അവളുമാർക്ക് മറയ്ക്കണ്ടെന്ന് പറഞ്ഞ് കിടന്നുകൊണ്ടുള്ള സമരങ്ങളാണ് നടക്കുന്നത്. ഒരു സമരം പോലെയാണ് പെണ്ണുങ്ങൾ ഇപ്പം കണ്ടിരിക്കുന്നത്. കാണാനായിട്ട് കുറേ കൊച്ചു പിള്ളേരാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ളത്. ഇവളൊക്കെ കാണിക്കുന്ന ഈ തെണ്ടിത്തരത്തിന് മൊത്തം കാണുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഈ അപ്പൂപ്പന്മാരും അതുപോലെ തന്നെ കൊച്ചു പിള്ളേരുമാണ് ഈ കയറി കിടക്കുന്നത്. ഇതിങ്ങനെ കാണിച്ച് കുറേ പേര് അറിയുമ്പോഴേ വേറെ ഇനി അടുത്ത ഉദ്ഘാടനം കിട്ടുള്ളൂ, സിനിമയിൽ അവസരം കിട്ടുള്ളൂ. പിന്നെ കാണിക്കാനല്ലെന്ന് പറയണതും വെറുതെയാണ്, കാണിക്കാനും കൂടെ തന്നെ. അന്നാരാജൻ തന്നെ ചെന്നിരുന്നും കൊണ്ട് പിന്നെ പറയുന്നു എന്നെ വിറ്റ് കാശുണ്ടാക്കി എല്ലാം വെളിയിലിട്ട് കൊണ്ട് നടന്നിട്ട് പിന്നെ അത് ജനങ്ങളിലോട്ട് എത്തിച്ച് അവരിരുന്ന് പറയുമ്പോൾ പിന്നെ പറയുകയോ കമൻ്റ് ഇടുകയോ ചെയ്യുമ്പോൾ അതിന് വന്നിരുന്നും കൊണ്ട് എന്നെ അങ്ങനെ ചെയ്ത് എന്നെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതുപോലെയാണ് ഇതും. സത്യം പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ അടിവസ്ത്രം പോലും ഇല്ലാത്ത രീതിക്കാണ് ഉദ്ഘാടനത്തിന് വന്നിരിക്കണം. അതിനെ സംരക്ഷിച്ച് കൊണ്ടുപോവുക. അയ്യോ ഇപ്പം പിടിക്കും, ഇപ്പം പോവും, ഇപ്പം വീണോവെന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ചു കൊണ്ടുവരാൻ എത്ര എണ്ണം. പിന്നെ സെൽഫി എടുക്കണത് അതിന് എത്ര എണ്ണം വരുന്നു. പിന്നെ ക്യാമറ ഇത് സൂം ചെയ്ത് കൊണ്ടുപോണത് അവളെ തുണി ഇല്ലാത്ത ഭാഗത്തോട്ടാണ് ഇത് സൂം ചെയ്ത് കൊണ്ടുപോണത്. അല്ലേ കഷ്ടം തന്നെ. ഇത്രയും ദാരിദ്ര്യവും എത്രയോ നല്ല വേഷമായിട്ട് നടക്കുന്ന എത്രയോ പേരുണ്ട്. അവരെ വിളിച്ചെങ്കിൽ ഇങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവരെയൊക്കെ വിളിച്ചൂടെ? ഇത് തുണിയില്ലാതെ വന്നിട്ട് പിന്നെ എന്തിനാണ് വന്നിരുന്നും കൊണ്ട് പൊത്തിപ്പിടിച്ച് നടക്കണത്? നമ്മൾ ബിഗ് ബോസിൽ അനുമോള് തന്നെ എത്രയോ സ്ഥലത്ത് ഉദ്ഘാടനത്തിന് പോയി എന്ത് മാന്യമായിട്ട് ധരിക്കുന്ന വസ്ത്രം ഇട്ടുകൊണ്ടാണ് പോയത്. അതാണ് പറയണത്. ഇവിടെയങ്ങ് അങ്ങനെയൊക്കെ ഉള്ളവരെയൊന്നും വേണ്ട. തുണി അഴിച്ചിട്ട് അവരെ ശരീരവും പ്രദർശിപ്പിച്ച് കാണിച്ചു കൊണ്ട് നടക്കുന്നവരെ മാത്രമാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ വിളിക്കണത്. എങ്കിലല്ലേ അവരെ കച്ചവടം നടക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും.